യൂണിഫോം കീറിയപ്പോ അന്നത്തെ എന്റെ പ്രധാന അധ്യാപിക ഒരു സിസ്റ്ററൻ അവരെന്നോട് പറഞ്ഞു, കബീർ ഗെറ്റ് ഔട്ട്. ഒരു യൂണിഫോം കീറിപ്പോയതിന്റെ പേരിൽ സമ്പന്ന വർഗത്തിന്റെ ക്രിസ്ത്യാനികളായ കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് ആ കന്യാസ്ത്രീയായ ടീച്ചർ എന്നെ നിർദാക്ഷിണ്യം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. സ്കൂളിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ ഞാൻ പുറകിൽ പോയി ആ എന്റെ ക്ലാസിന്റെ ഭിത്തിയിലേക്ക് ഇങ്ങനെ തല ചേർത്ത് വെച്ച് ഞാൻ പൊട്ടിക്കരഞ്ഞു. 10 മിനിറ്റ് ഇങ്ങനെ ചാരിയിരുന്ന് ഉപേക്ഷിച്ചു പോയ പിതാവിനോടുള്ള അമർഷവും കട്ടപ്പെട്ട് വളർത്തുന്ന അമ്മയോടുള്ള വാത്സല്യവും തീരുമാനമെടുക്കാൻ കഴിയാതെ ഒരു 15 വയസ്സുകാരൻ സ്കൂളിന്റെ മതിലിരുന്ന് കരയുമ്പോൾ 10ാം ക്ലാസ്സിൽ കൂടെ പഠിക്കുന്ന പെമ്പിള്ളേരുടെ മുമ്പിൽ അപമാനിക്കപ്പെട്ട ആ സങ്കടം പിന്നെ ഞാൻ തലപൊക്കിയിട്ടില്ല. ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പിന്നെ എനിക്ക് എന്റെ അഭിമാനം സമ്മതിച്ചില്ല. 3 ദിവസം കഴിഞ്ഞു. ഇതേ സമയത്ത് വൈകി ഒരു പീരീഡിന്റെ മധ്യഭാഗത്ത് ഞാൻ കയറി വരുമ്പോ ഈ ടീച്ചറും കുട്ടികളും ക്ലാപ്പ് ചെയ്തു. എനിക്ക് അമർഷമാണ് തോന്നിയത്. പച്ചയ്ക്ക് പിച്ച് ചീന്തി തിന്നിട്ട് 3ാം ദിവസം വരുമ്പോൾ എഴുന്നേറ്റ് കൈയടിക്കുന്നു. വന്നപ്പോ സ്കൂൾ ലീഡറും കുട്ടികളെല്ലാവരും കൂടി എന്റെ കയ്യിൽ ഒരു പൊതി കൊണ്ടുവന്നൊരു പ്രസന്റേഷൻ. ഞാൻ തുറന്നു നോക്കുമ്പോൾ 2 ജോഡി യൂണിഫോം ആയിരുന്നു. എന്നെ ക്ലാസ്സിന് വെളിയിൽ ഇറക്കി നിർത്തിയിട്ട് എന്റെ ജീവിതത്തിന്റെ ദാരിദ്ര്യം എന്റെ സഹപാഠികളോട് പറഞ്ഞ് എന്റെ ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് പൈസ പിരിവിട്ടിട്ട് എനിക്കൊരു യൂണിഫോം ഉണ്ടാക്കി തന്നു. അതിനാണ് ടീച്ചർ എന്നെ വെളിയിൽ ഇറക്കിയത്. ഞാൻ ആദ്യം പറഞ്ഞാണ് നിങ്ങൾ കേട്ടതെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വൈരാഗ്യം ഉണ്ടാവും. ഈ സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അത് മതി. എന്നോട് പറഞ്ഞു, മോനെ ഇനി നീ ഇട്ടുകൊള്ളുക. ആദ്യമായി കീറാത്ത ഒരു പുതുവസ്ത്രത്തിന്റെ മണമുള്ള, ഞാൻ പറയാൻ കാരണം അതിനു മുമ്പും എന്റെ യൂണിഫോം എന്ന് പറഞ്ഞാൽ മുമ്പ് പഠിച്ചു പോയ കുട്ടികൾ ഉപയോഗിച്ചിട്ട് കളയുന്ന പഴയതാണ് ഞാൻ യൂണിഫോം ആയിട്ടിട്ട് വരിക. ആദ്യമായി പുതുവസ്ത്രത്തിന്റെ മണമുള്ള ഒരു യൂണിഫോം എന്റെ കയ്യിൽ വെച്ച് തന്നത് ഒരു കന്യാസ്ത്രീയാണ്. ആ ടീച്ചറിന്റെ പേരാണ് സിസ്റ്റർ സിബിയ.